ആറ്റിങ്ങലിൽ നിന്ന് സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ആറ്റിങ്ങലിലേക്ക് വിലാപയാത്ര എത്തുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ആറ്റിങ്ങലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ വിലാപയാത്ര കടന്നു വരും. അതിനുവേണ്ടി ഉള്ള കാത്തുനിൽപ്പാണ് നമുക്ക് കാണാനാവുന്നത്. ഇവിടെ ഇങ്ങനെ CPIMന്റെ പ്രവർത്തകരുണ്ട്, സാധാരണ വീട്ടമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, യുവതയുടെ പ്രതിനിധികളുണ്ട്. അങ്ങനെ കാത്തുനിൽപ്പ് VSന് വേണ്ടിയാണ്. VS എന്ന വികാരത്തിനൊപ്പം VSന് അവസാനമായ ഒരു യാത്രയപ്പ് നൽകുക എന്ന വൈകാരിക തലത്തിൽ അതിനെ ഏറ്റെടുക്കുന്നു എന്നതാണ്. VS നമുക്ക് മറ്റു വിശേഷങ്ങളൊന്നും വേണ്ട, കാരണം അതെല്ലാം അതിന്റെ പരിധി കടന്നതാണ്. കാരണം VS ആരായിരുന്നു, VS എന്തായിരുന്നു എന്നത് ഈ സമൂഹത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞതാണ്. VSന്റെ വിയോഗം, ആ വിയോഗത്തിന് ശേഷം ഉണ്ടാകുന്ന വിലാപയാത്ര, അതൊക്കെ ഇത്ര വലിയൊരു കാഴ്ചയിലേക്ക് പോകുമെന്നതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള വൈകാരിക വായ്പകൾ ഈ നഗരത്തിൽ, ഈ തെരുവുകളിലൊക്കെ എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആരംഭിച്ച ഈ വിലാപയാത്ര ഇത്ര സമയം ചെലവഴിച്ചിട്ടും ഇത്ര ദൂരമേ എത്താൻ കഴിഞ്ഞു. ഇതുവരെയും തിരുവനന്തപുരം ജില്ല പിന്നിട്ടിട്ടില്ല എന്ന വൈകാരികമായ തലമുണ്ട്. അങ്ങനെ VSന് വിട ചൊല്ലുമ്പോൾ അതിന്റെ വൈകാരിക തലം മറ്റൊന്നാണ്. കാരണം VS അദ്ദേഹത്തിന്റെ ദൌത്യം പൂർത്തിയാക്കിയാണ് മടങ്ങുന്നത് എന്ന പൊതുബോധത്തിലാണ് ഇവിടെ അദ്ദേഹത്തിന് അന്തിമ അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ദൌത്യം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. അദ്ദേഹം ഈ സമൂഹത്തോട് പറഞ്ഞത് എന്താണ്? 86 വർഷത്തോളം വരുന്ന പൊതുപ്രവർത്തന ചരിത്രത്തിൽ VS എന്ന വ്യക്തി, VS അച്യുതാനന്ദ വ്യക്തി, അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ടായിരുന്നു. പക്ഷേ അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രവർത്തകന്റെയും പതിവ് ചതുരക്കളത്തിനുമപ്പുറമുള്ള വിഷയങ്ങളെ ഏറ്റെടുക്കാനും അത് പൊതുസമൂഹത്തിൽ ശക്തിയായി ഉന്നയിക്കാനും ആ നിലപാടുകളിൽ നിന്ന് ഒരു പിന്നോട്ട് പോവാതെ അത് പൂർത്തിയാക്കാനും കഴിഞ്ഞു എന്നതിലാണ് VSന്റെ പ്രത്യേകത. അതുകൊണ്ടുകൂടിയാവാം സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു ആശ്രയമായി കണ്ടതും അതിപ്പോൾ ഈ തരത്തിൽ പ്രതിഫലിക്കുന്നതിന്റെ കാരണവും. എന്തായാലും ഇപ്പോൾ CPIM അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ വിലാപയാത്ര സംബന്ധിച്ചൊരു സമയക്രമം, ഒരു ഷെഡ്യൂൾ നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആ ഷെഡ്യൂളിനും അപ്പുറം, അതിന്റെ പരിധികൾക്കും അപ്പുറം നീളുന്ന സാഹചര്യത്തിലേക്ക് ഇത് നീളുകയാണ്. അതായത് അർദ്ധരാത്രി വരെയെങ്കിലും എത്തും കൊല്ലം ജില്ലയിലെത്താൻ. അതിനുശേഷം പുലർച്ചെയോ അല്ലെങ്കിൽ അതിനുമപ്പുറമോ വേണം വേലിക്കകത്ത് വീട്ടിലേക്ക്, പുന്നപ്രയിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചേരാൻ. നാളെ ആലപ്പുഴ കാണാൻ പോകുന്നത് ഏറ്റവും വലിയൊരു ജനക്കൂട്ടത്തെയാണ്. കാരണം സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്നുമുള്ള വലിയ ജനസഞ്ചയം ആലപ്പുഴയിലെ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി അവിടെ പ്രത്യേകം തയ്യാറാക്കുന്ന ഇടത്തേക്ക് എത്തും. ഒപ്പം തന്നെ വലിയ ചുടുകാട്ടിലെ വിപ്ലവ ഭൂമിയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ അവിടെയും ഏറ്റവും വൈകാരികമായ തലത്തിൽ തന്നെ കാണും. CPIM നേതാക്കളൊക്കെ ആ വൈകാരിക തലം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കാരണം VS അദ്ദേഹത്തിന്റെ സമര പോരാട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് ഒപ്പം, അതിനുശേഷം കണിശതയുള്ള പാർട്ടി സെക്രട്ടറിയിൽ നിന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവായപ്പം ഒരു ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്കുമെതിരെ പോരാടുന്ന തരത്തിലേക്ക് വന്നു. പക്ഷേ ഇതിനെല്ലാം VSന് ഓരോ കാരണങ്ങളുണ്ടായിരുന്നു. അത് സത്യത്തിന്റേതായിരുന്നു, നീതിയുടേതായിരുന്നു എന്ന പൊതുബോധം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെല്ലാം ആ എതിർപ്പുകൾ ഉണ്ടായിരുന്നവർക്ക് തന്നെ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായത്. അതായിരുന്നു VS അച്യുതാനന്ദൻ. നമുക്ക് മുന്നിൽ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: ഇനി മറ്റൊരു VS അച്യുതാനന്ദൻ ഉണ്ടാകുമോ? യഥാർത്ഥത്തിൽ ഉണ്ടാവില്ല എന്ന അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷവും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം VS എന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ പുലർത്തിയിരുന്ന കണിശത മുതൽ ഒരുപക്ഷെ VS അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ പുലർത്തിയിരുന്ന കണിശത മുതൽ, പൊതുജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയ മൂല്യം മുതൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ആ സംഘടനയോടൊപ്പം ചേർന്ന് പോകാനുള്ള അദ്ദേഹത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ ബോധം മുതൽ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അങ്ങനെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യമാണ്. നമുക്ക് പല രാഷ്ട്രീയ നേതാക്കളെയും മാതൃകയാക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, യഥാർത്ഥത്തിൽ VSന്റെ മരണത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ച ഒരു വാക്ക് തന്നെ നമുക്ക് കടമെടുക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ പതിവ് മുഖത്തിനുമപ്പുറം, പതിവ് പരിഗണനാ വിഷയങ്ങൾക്കും അപ്പുറമുള്ള വിഷയങ്ങളെ കണ്ടെത്താൻ, അത് പരിസ്ഥിതി ഉണ്ടാവാം, സ്ത്രീ സുരക്ഷ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഉണ്ടാവാം, ഇങ്ങനെ പല ബോധ്യമുള്ള പല വിഷയങ്ങളും ഏറ്റെടുക്കാനും അത് പൊതുസമൂഹത്തിലെത്തിക്കാനും അദ്ദേഹം കാണിച്ച ആർജവം, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരാമർശിച്ചു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ്. നോക്കുക, ഇത് ഈ കൊച്ചുകുട്ടിയെ പോലെയുള്ളവരെ നോക്കുക, ഇവരൊക്കെ കാത്തു നിൽക്കുന്നത് VSന് വേണ്ടിയാണ്. ഒരുപക്ഷെ ഇവരുടെ തലമുറയിലൊന്നും VS ആര് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളൊക്കെ അതിന് ഉത്തരം നൽകിയിട്ടുണ്ടാവും. പക്ഷെ അവരെ കാത്തു നിൽക്കുകയാണ്. ആ കാത്തുനിൽപ്പ് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അപ്പോൾ
ഉമ്മൻചാണ്ടിയുടെ യാത്രയപ്പ് ചടങ്ങിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ കണ്ണീര് കൊണ്ട് കരച്ചിലും കൊണ്ടുള്ള ഒരു യാത്രയപ്പ് പലയിടങ്ങളിൽ നമ്മൾ കണ്ടു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി VS 102-ാം വയസ്സിൽ അല്ലെങ്കിൽ 101 വയസ്സ് പിന്നിട്ട് അദ്ദേഹം മടങ്ങുമ്പോൾ തന്റെ ദൌത്യം പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു ധീര നേതാവ് എന്ന ഒരു പരിവേഷം തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് VS എന്ന മാതൃക ഉയർത്തിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് ഉചിതമായ ഒരു യാത്രയപ്പ് അത് തന്നെയാണ് ഈ കാര്യത്തിൽ അവർക്കും ഉണ്ടാവുന്ന കാര്യം. മോനെ, ആരെ കാണാൻ നിൽക്കാണ്? അദ്ദേഹം ആരാ? മുഖ്യമന്ത്രി. VSനെ നേരത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. TV കണ്ടിട്ടുണ്ടല്ലേ? നിങ്ങളെ ഇവിടെ ആറ്റിങ്ങലുള്ളവർ തന്നെയാണോ? എത്ര സമയമായി ഇവിടെ കാത്തിരിക്കുന്നു? നല്ല മുഖ്യമന്ത്രി, നല്ല മനുഷ്യൻ, നമ്മളെല്ലാമെല്ലാമായി VS. VSനെ പോലെ ഇത്ര രീതിയിൽ ഇങ്ങനെ മണിക്കൂറുകളും കാത്തുനിന്ന് ഇനിയൊരു നേതാവിന് ഇങ്ങനെ ഒരു യാത്രയപ്പ് വേണ്ടി വരുമോ? കാരണം VSനെ പോലെ മറ്റൊരു മാതൃകയുണ്ട്. ഉപയോഗിക്കാൻ ആരുമില്ല, ആണ് വാസ്തവം. സത്യസന്ധത, ആത്മാർത്ഥത, അതിൽ കവിഞ്ഞാരുമില്ല. ഇതേ തലമുറപ്പറ്റി നമുക്ക് അറിഞ്ഞുവിടാ. സത്യസന്ധത, ആത്മാർത്ഥത, നല്ല ക്ലാരിറ്റി VSനെ മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു വ്യക്തിയുടെ മരണം, അത് അദ്ദേഹത്തിന്റെ വിലാപയാത്ര എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഒരു ദുഃഖത്തിലാണ്. പക്ഷെ ഇവിടെ ഒരു വ്യക്തി ഒരു ദൌത്യം പൂർത്തിയാക്കി മടങ്ങുന്നു എന്നൊരു പ്രതീതിയാണ് നിങ്ങൾക്ക്. തീർച്ചയായും സജിത്ത്, ഒരു അതാണ് നമ്മൾ ഈ ആറ്റിങ്ങൽ നഗരത്തിലേക്ക് വിലാപയാത്ര VS മടങ്ങുകയാണ്. സജിത്ത്, അവിടെ ആളുകളുടെ പ്രതികരണമായിരുന്നു നല്ല മുഖ്യമന്ത്രി, നല്ല മനുഷ്യൻ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അവിടേക്ക് ആ കാത്തു നിൽക്കുന്ന മനുഷ്യർക്കടുത്തേക്ക് വിലാപയാത്ര എത്തുകയാണ്. വിലാപയാത്ര ആറ്റിങ്ങൽ ടൗൺ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ആ വിലാപയാത്ര ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ്, ഉടൻ തന്നെ വിലാപയാത്ര ഇങ്ങോട്ട് എത്തിച്ചേരും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മുദ്രാവാക്യം വിളി ഉച്ചത്തിൽ മുദ്രാവാക്യം വിളി ഉയരുകയാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വിലാപയാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചത്, തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത്. ഏതാണ്ട് 8 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ ടൗണിലേക്കാണ് വിലാപയാത്ര എത്തുന്നത്. അവിടെ വരെ മാത്രമേ വിലാപയാത്രയ്ക്ക് എത്താൻ ആയിട്ടുള്ളൂ എന്നത് വേണം നമ്മൾ കാണാൻ. അവിടെ കൂടി നിന്ന ആളുകൾ പറഞ്ഞു, അവർ ഉച്ച മുതൽ തന്നെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. വിലാപയാത്ര ഇവിടെ നിന്ന് അധികം വൈകാതെ എത്തുമെന്ന പ്രതീക്ഷയിൽ ആ നേരം മുതലൊക്കെ എത്തിയവർ ഇപ്പോഴും അവിടെ കാത്തു നിൽക്കുകയാണ്. ആറ്റിങ്ങലിൽ കുട്ടികളും സ്ത്രീകളും ഒക്കെ അവിടെ ഉണ്ട്. അവർക്കിടയിലേക്ക് ആ വിലാപയാത്ര എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ കുറച്ച് സമയം അല്പവേഗത്തിൽ ആ വാഹനത്തിന് ഓടിയെത്താൻ കഴിഞ്ഞു. പക്ഷേ ആറ്റിങ്ങൽ ടൗണിലേക്ക് എത്തുമ്പോൾ സ്ഥിതി മാറുകയാണ്. അവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അവർ അക്ഷമരായി അവിടെ കാത്തു നിൽക്കുകയാണ്. അവർക്കടുത്തേക്ക് വാഹനങ്ങൾ എത്തുമ്പോൾ അവർ മുദ്രാവാക്യം വിളികളോടുകൂടി, ഉച്ചത്തിൽ മുദ്രാവാക്യം വിളികളോടുകൂടി VSനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നു. സജിത്ത് അവിടെ നിന്ന് തുടരുന്നുണ്ട്. സജിത്ത്, ഏറെ നേരമായി കാത്തിരുന്നവർക്കടുത്തേക്ക് VS എത്തുകയാണ്. അവസാനമായി യാത്ര പറഞ്ഞ് അവരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി മടങ്ങാനായി VS എത്തുന്നു. സജിത്തിലേക്ക് എത്താം. അവിടെ മുദ്രാവാക്യം വിളികളാൽ ഒരുപക്ഷെ സജിത്തിന് എന്നെ കേൾക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം ഉച്ചത്തിൽ VSനെ അഭിവാദ്യം അർപ്പിച്ച് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. അവർ ഏറെ നേരമായി കാത്തു നിൽക്കുന്നതാണ്. VSന്റെ വരവ് കാത്തു നിൽക്കുന്നവരാണ്. അവസാനമായി VSന് മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം വിളിച്ച് ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞ് യാത്രയയക്കാൻ കാത്തുനിന്നവരാണ്. കണ്ണേകരലെ BSA വിളികളോടെ യാത്രയയക്കാൻ കാത്തുനിന്നവരാണ്. അവർക്കിടയിലേക്ക് ആ വാഹനം എത്തുകയാണ്. അവിടെ വലിയ ആൾക്കൂട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം അവിടെ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്.
സജിത്ത് അവിടെ നിന്നും ചേരുന്നുണ്ട്. സജിത്ത്, ഏറെ നേരമായി കാത്തിരുന്നവർക്കടുത്തേക്കാണ് വാഹനം എത്തിയത്. ഇപ്പോൾ ഒരിടത്ത് ആ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഒന്നിലധികം പോയിന്റുകളിൽ ആറ്റിങ്ങലിൽ നിർത്തേണ്ടി വരുന്ന സാഹചര്യമാണോ ഉള്ളത്? രേണു, അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആറ്റിങ്ങൽ നഗരത്തിലേക്ക് വിലാപയാത്ര കടന്നു വരും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതാ ഈ വഴിയിലാണ് വിലാപയാത്ര കടന്നു വരേണ്ടത്. ഇവിടെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിലേക്ക് VS-ന്റെ വാഹനം, VS-ന്റെ വിലാപയാത്ര വാഹനം ഉടൻ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ആ കാത്തിരിപ്പാണുള്ളത്. എന്തായാലും കാത്തിരിപ്പുകൾ എത്ര നീണ്ടാലും VS-നെ കണ്ടേ മടങ്ങൂ എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു തലമുറ അവരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. അതിൽ ജനങ്ങൾ പ്രായഭേദമന്യേ പ്രായമുള്ളവരുമുണ്ട്, പ്രായം കുറഞ്ഞവരുമുണ്ട്, പുതുതലമുറയുടെ പ്രതിനിധികളുമുണ്ട്. അങ്ങനെ ഇവരെല്ലാം കാത്തിരിക്കുന്നത് VS എന്ന ഒറ്റ വികാരത്തിനാണ്. കാത്തിരിക്കുന്നു VS ഈ വഴിയിലൂടെ മടങ്ങുകയാണ് തന്റെ ജന്മനാട്ടിലേക്ക്. തന്റെ കർമ്മമണ്ഡലം, തന്റെ കർമ്മദൌത്യം പൂർത്തിയാക്കി VS മടങ്ങുന്നു എന്ന വലിയ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് VS-ന് അദ്ദേഹത്തിന്റെ ദൌത്യം പൂർത്തിയായി മടങ്ങുന്ന VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, VS മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചേറെ വൈകാരിക വായ്പകളാണ് അതിനുള്ളത്. കാരണം VS എന്ന ഒരു വികാരം അവർക്ക് മുന്നിൽ സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു. പതിവ് രാഷ്ട്രീയ നേതാക്കളുടെ മുഖങ്ങൾക്കും അപ്പുറം VS എന്ന വ്യക്തി ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു ആശ്രയമായിരുന്നു. ആ ചിന്ത, ആ വികാരം തന്നെ പ്രവർത്തകർക്കിടയിലും നമുക്ക് പ്രകടമാവുന്നുണ്ട്. അങ്ങനെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് VS-ന്റെ വിലാപയാത്രയ്ക്കായി. ഇതാ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് VS കടന്നുവരും. VS-ന്റെ വിലാപയാത്രാ വാഹനം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് കടന്നുവരും. ആ കാത്തിരിപ്പാണുള്ളത്. ആറ്റിങ്ങൽ നഗര മധ്യത്തിലേക്ക് VS കടന്നുവരും. അതിനുശേഷം തിരുവനന്തപുരം നഗരം പിന്നിടണമെങ്കിൽ വീണ്ടും കാത്തിരിക്കണം ഏറെ സമയം. കാരണം 4-5 ചെക്ക് പോയിന്റുകൾ കൂടി ഇനിയുണ്ട്. 4-5 പോയിന്റുകൾ കൂടിയുണ്ട്. ആ പോയിന്റുകൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ തിരുവനന്തപുരം ജില്ല പിന്നിട്ടു എന്ന് പറയാനാവൂ. അതിനുശേഷം കൊല്ലം ജില്ലയാണ്. കൊല്ലത്തും വലിയ രീതിയിൽ പ്രവർത്തകർ സംഘടിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞും പ്രവർത്തകർ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. തീർച്ചയായും 10:30 മണിയായിരിക്കുന്നു സജിത്ത്. ഈ വാഹനം സജിത്തിനടുത്തേക്ക് എത്തുന്ന വഴികൾ നമുക്കിപ്പോൾ കാണാം.